മനസ്സിലാക്കാത്തവരുടെ മുന്നിൽ ഒരിക്കലും ദുഃഖം എന്ന പുസ്തകം തുറക്കരുത്. കാരണം പരിഹാസം എന്ന അർത്ഥമേ ആ വരികൾക്കുണ്ടാകൂ. എന്നും നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണെന്ന് വിചാരിച്ച് ജീവിക്കണം. അതാകുമ്പോൾ നമ്മളെ ആര് വിട്ടുപോയാലും വലിയ വേദനകൾ ഇല്ലാതെ ജീവിക്കാം. തകർന്നു പോകുന്നുണ്ട്, പക്ഷെ തളരില്ല. ഈ ഇരുട്ടിന് പിന്നിൽ ഒരു വെളിച്ചമുണ്ടെന്ന പ്രതീക്ഷയാണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ധൈര്യം തരുന്നത്. ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കാൻ 1000 ബന്ധങ്ങൾ ആവശ്യമില്ല. നിങ്ങളെ ആത്മാർത്ഥമായി മനസ്സിലാക്കുന്ന ഒരാൾ മതിയാകും. നമ്മൾ ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് നാളുകൾ എടുക്കാം, തളർന്നു പോയേക്കാം. എങ്കിലും മനസ്സിനുള്ളിൽ ചെറുകനലുകൾ ഉണ്ടെങ്കിൽ അത് തീയായി പടരുവാൻ നിമിഷങ്ങൾ വേണ്ട. ചില നേരങ്ങളിൽ എടുക്കാവുന്ന ഏറ്റവും നല്ല തീരുമാനം മിണ്ടാതിരിക്കുക എന്നതാണ്. സ്നേഹിച്ച് പിരിഞ്ഞവർക്ക് ഒരിക്കലും നല്ല സുഹൃത്തുക്കളാകാൻ കഴിയില്ല. കാരണം അവർ പരസ്പരം വേദനിപ്പിച്ചവരാണ്. അവർക്ക് ശത്രുക്കളാവാനും കഴിയില്ല. കാരണം ഒരിക്കൽ അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു. മനുഷ്യൻ അവനവനായി ഇരിക്കുമ്പോൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെടുകയും മുഖംമൂടി അണിയുമ്പോൾ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു. ഉപജീവനത്തിന് തൊഴിൽ, ഭയം, ലജ്ജ, ദയ, ത്യാഗശീലം ഇവ 5ഉം ഇല്ലാത്ത ദേശത്ത് ഒരു നിമിഷം പോലും താമസിക്കരുത്. വിശ്വാസവും പ്രാർത്ഥനയും രണ്ടും അദൃശ്യമാണ്, പക്ഷെ അവ അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്നു. സ്നേഹമായാലും സൗഹൃദമായാലും ബഹുമാനമായാലും ആത്മാർത്ഥതയില്ലെങ്കിൽ എല്ലാത്തിനും ഒരേ ഒരു പേരേ ഉള്ളൂ: അഭിനയം. നാം വളരെ ചെറുതും ഭാരമില്ലാത്തതുമാണ്. എന്നാൽ അതിന് നിങ്ങളെ പർവ്വതങ്ങളെക്കാൾ ഉയരത്തിലെത്തിക്കാനും പാതാളത്തേക്കാൾ താഴത്തിലെത്തിക്കാനും കഴിയും. നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായ ഒരു ജീവിതം നയിക്കാൻ കഴിയില്ല. മഹാനെ പോലെ ജീവിക്കേണ്ടതിലല്ല, മനസാക്ഷിക്കനുസരിച്ച് ജീവിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും അവഗണിക്കരുത്. കാരണം കല്ലുകൾ ശേഖരിക്കുമ്പോൾ വജ്രമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഒരു ദിവസം നിങ്ങൾ മനസ്സിലാക്കും. ഒരിക്കൽ നിങ്ങൾ ആരെങ്കിലും ഒഴിവാക്കിയതായി തോന്നിയാൽ പിന്നെ ഒരിക്കലും അവരെ ശല്യപ്പെടുത്തരുത്. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ മികച്ചതാണെന്നും അവരെക്കാൾ കൂടുതൽ അർഹനാണെന്നും വിശ്വസിക്കുന്നത് നിങ്ങളെ കൂടുതൽ നിരാശയിലേക്ക് നയിക്കുന്നു. നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ആ വ്യക്തിയാണ് നിങ്ങൾ തിരയുന്നതെങ്കിൽ കണ്ണാടിയിൽ നോക്കുക. സ്വന്തം തുരുമ്പ് തന്നെയാണ് ഇരുമ്പിനെ തകർക്കുന്നത് എന്നതുപോലെ സ്വന്തം ഈഗോ തന്നെയാണ് മനുഷ്യരെ തകർക്കുന്നത്. അകന്നുപോയ ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത്. ആ ബന്ധങ്ങൾക്ക് പഴയ പോലുള്ള അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയും ഇനി ഒരിക്കലും ഉണ്ടാവില്ല. ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചെന്ന് വരാം, പക്ഷെ ചതുരനായ മിത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾ തോറ്റുപോകും. മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തി അവന്റെ മനസ്സാണ്. മനസ്സ് തളരുമ്പോഴാണ് ശരീരം തളരുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും ഉറച്ച മനസ്സോടെ നേരിടാൻ സാധിക്കണം. ന്യായം നമ്മുടെ ഭാഗത്താണെങ്കിൽ തെറ്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ ആരൊക്കെ നമ്മളെ മോശക്കാരാക്കിയാലും തളർത്താൻ ശ്രമിച്ചാലും കാലം ഒരിക്കലും നമ്മളെ തോറ്റുപോകാൻ അനുവദിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് നമ്മളെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മുടെ സ്നേഹം, കണ്ണുനീർ, സമയം എന്നിവ ചിലവഴിക്കുന്നു എന്നുള്ളതാണ്. ജീവിതം നീണ്ടു നിവർന്നു കിടക്കുന്നു എന്ന് കരുതുന്നത് വലിയ മണ്ടത്തരമാണ്. ഇപ്പോഴത്തെ നിമിഷം മാത്രമാണ് നമ്മുടെ ജീവിതം. സമ്പത്തിന് ജീവിത രീതിയെ മാത്രമേ മാറ്റാൻ കഴിയൂ, തലയെഴുത്ത് മാറ്റാൻ കഴിയില്ല. നമുക്ക് ചുറ്റുമുള്ള പല ജീവിതങ്ങളെയും അടുത്തറിഞ്ഞു തുടങ്ങുമ്പോൾ അവരെ അതുവരെ നാം നോക്കിക്കണ്ട കാഴ്ചപ്പാടുകൾ മാറും. നമ്മുടെ പ്രശ്നങ്ങൾ നിസ്സാരമായി തോന്നിപ്പോകും. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുന്നവർ അനുഗ്രഹീതരാണ്. നമ്മുടെ മോശപ്പെട്ട സമയം നമുക്ക് ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാനുള്ള ശരിയായ സമയം കൂടിയാണ്. പ്രതീക്ഷകളുടെ തിരുനാളങ്ങൾ അണയാതിരിക്കട്ടെ. ജീവിതം ഉരുകി തീരുമ്പോഴും നാം ഓരോരുത്തരുടെയും മനസ്സിലെവിടെയോ പ്രതീക്ഷകളുടെ തിരുനാളങ്ങൾ എരിയുന്നുണ്ട്. അതാണ് മുന്നോട്ട് നമ്മുടെ പ്രയത്നത്തിന് ഇന്ധനമേകുന്നത്. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരും എന്നതിൽ അർത്ഥമില്ല, പക്ഷെ അത് നിങ്ങൾക്ക് വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തി നൽകും.
യാചിക്കുന്നവന്റെ മുന്നിൽ നീ അഹങ്കരിക്കരുത്, അഹങ്കരിക്കുന്നവന്റെ മുന്നിൽ നീ യാചിക്കുകയും ചെയ്യരുത്. ജീവിതത്തിൽ വിജയം നേടിയവരെല്ലാം പ്രത്യേക കഴിവുള്ളവരായിരിക്കണമെന്നില്ല. പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകും അവർ. എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും അവരെ ആത്യന്തിക വിജയത്തിലേക്ക് നയിക്കുന്നു. പിന്നിലായിപ്പോയെന്ന് കരുതി ഒരിക്കലും നിരാശപ്പെടരുത്. ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്ന് പോലും മുകളിലേക്ക് മാർഗങ്ങൾ ഉണ്ടാകും. സത്യം എത്ര വേദനാജനകമാണെങ്കിലും ഒരു ധൈര്യശാലിയായ മനുഷ്യൻ സത്യസന്ധനായിരിക്കും. അതേസമയം ഒരു ഭീരു നുണകൾക്കും വഞ്ചനയ്ക്കും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരാളെ കുറിച്ചുള്ള ചിന്തകൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ആ വ്യക്തിയുടെയും മനസ്സിലുണ്ടെന്നാണ്. സങ്കടപ്പെടുന്നവന്റെ മുന്നിൽ നീ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചില്ലെങ്കിലും സഹതപിക്കരുത്. നിങ്ങൾ സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്വന്തം നല്ലതായി തോന്നാൻ തുടങ്ങുന്നു, മികച്ചതായി കാണപ്പെടുന്നു, മാത്രമല്ല ആകർഷണമാകാനും തുടങ്ങുന്നു. ജീവിതത്തിൽ വെളിച്ചം പകരുന്നവരും ഇരുട്ട് പകരുന്നവരുമുണ്ട്. അതിൽ ഇരുട്ട് പകരുന്നവരെ പൂർണ്ണമായും അവഗണിക്കരുത്. കാരണം ഇരുട്ടാണ് വെളിച്ചം എന്തെന്ന് തിരിച്ചറിവ് നൽകുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലത് ആഗ്രഹിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ഇത് പ്രകൃതിയുടെ നിയമമാണ്. ജീവിതം ഹ്രസ്വമാണ്. നിങ്ങളെ ചിരിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളുമായി അത് ചിലവഴിക്കുക. അടുത്തുള്ളവരെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടിപ്പോകുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. അവനവനിൽ നിന്നും ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്നും ഒന്നും പഠിക്കാൻ കഴിയില്ല. വിരസതയാണ് എല്ലാ നിയമങ്ങളുടെയും മൂല കാരണം. വിരസത എന്നാൽ സ്വയം എന്താണോ അതായിരിക്കാൻ നിരാശജനകമായ വിസമ്മതം. 1000 ആളുകൾ തളർത്താൻ ഉണ്ടായാലും തളരില്ല എന്നുള്ള മനസ്സ് മാത്രം മതി. വിജയം തീർച്ചയായും നമ്മോടൊപ്പം ഉണ്ടാകും. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മൾ കഠിനമായി ആഗ്രഹിച്ചാൽ മാത്രം, മറ്റെല്ലാം ത്യജിച്ചാൽ ജീവിതത്തിൽ എന്തും നേടാം. എല്ലാത്തിനും ഒടുവിൽ നമ്മൾ ഓർക്കുന്നത് ശത്രുക്കളുടെ വാക്കുകളേക്കാൾ നമ്മുടെ സുഹൃത്തുക്കളുടെ നിശബ്ദതയാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ തിരക്കഥ എഴുതാൻ മറ്റുള്ളവരെ അനുവദിക്കരുത്. ജീവിതത്തിലെ ഒരു ദിവസത്തെയും വെറുക്കരുത്. നല്ല ദിവസങ്ങൾ സന്തോഷം തരും, മോശം ദിവസങ്ങൾ പുതിയ തിരിച്ചറിവുകൾ നൽകുന്നു. ജീവിതത്തിൽ ഒരിക്കലും നേരിട്ടിട്ടില്ലാത്ത ഒരു സാഹചര്യത്തെ മുൻകൂട്ടി വിലയിരുത്തരുത്. നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. മറ്റുള്ളവർ എന്ത് കരുതുമെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒന്നും നേടാൻ പോകുന്നില്ല. വിമർശനങ്ങൾ ഒഴിവാക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഒന്നും ചെയ്യരുത്, ഒന്നും പറയരുത്, നിങ്ങൾ ഒന്നും ആകരുത്. നിങ്ങൾ വിജയിക്കുമ്പോൾ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠനങ്ങൾ പരാജയത്തിലൂടെ ഉൾക്കൊള്ളുന്നു. പരാജയങ്ങളിൽ മനസ്സ് മടുത്ത് പിന്മാറരുത്. പരാജയങ്ങളാണ് ഒരു വിജയിയെ സൃഷ്ടിക്കുന്നത്. ജീവിതത്തിൽ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ ചിലപ്പോൾ വലിയ വീഴ്ചകൾ നേരിടേണ്ടി വരും. തിരിച്ചറിവുകൾ മനുഷ്യനെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കും. നിങ്ങളുടെ മനസ്സിനെ സങ്കല്പിക്കാനും വിശ്വസിക്കാനും കഴിയുന്നതെന്തും നിങ്ങൾക്ക് നേടാനാകും. നമ്മുടെ ചിന്തകളാണ് നമ്മെ നയിക്കുന്നത്. വിജയകരമായ ജീവിതത്തിന് വസ്തുനിഷ്ഠമായ ചിന്തയാണ് വേണ്ടത്. നമ്മുടെ ചിന്തയും ഭാവനയുമാണ് നമ്മുടെ വഴികാട്ടികൾ. ഒരു കൂട്ടം ആളുകളിൽ നിന്ന് ചിരിക്കുമ്പോൾ നിങ്ങളെ നോക്കി ആരാണ് ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ആ വ്യക്തിക്ക് നിങ്ങളുടെ അഗാധമായ അടുപ്പമുണ്ട്. ജീവിതത്തെ കുറിച്ച് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക. നിങ്ങൾക്കത് ആത്മവിശ്വാസം നൽകും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.